ഇന്ത്യക്കുള്ളിൽ നുഴഞ്ഞുകയറി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി തീവ്ര ഇസ്ലാമിസ്റ്റ് രംഗത്ത്. ബംഗ്ലാദേശിൽ നിന്നുള്ള ഇസ്ലാമിസ്റ്റാണ് ഇന്ത്യക്കെതിരെ വിഷം ചീറ്റുന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് ഭീഷണി. വീഡിയോ വൈറലായതോടുകൂടി തന്നെ ഇക്കാര്യം പുറം ലോകം അറിയുന്നതും. പാകിസ്ഥാൻ അൺടോൾഡ് എന്ന പേരിലുള്ള അക്കൗണ്ടിൽ നിന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് യുവാവ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഏതെങ്കിലും മുസ്ലിം വ്യക്തിയെ ഉപദ്രവിക്കുകയോ പള്ളികൾ തകർക്കുകയോ ചെയ്താൽ ഞാൻ അതിർത്തി കടന്ന് ഇന്ത്യൻ പ്രദേശത്ത് വന്നുകൊണ്ട് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യും എന്നതാണ് യുവാവ് ഭീഷണി മുഴക്കുന്നത്. ഇതിനെതിരെ ഇന്ത്യക്കാർ ഒന്നടങ്കം രംഗത്ത് വരികയും ചെയ്തു. നിങ്ങൾ അടിച്ചാൽ നിങ്ങൾ തന്നെ തകർന്നു പോകുമെന്നും നിങ്ങൾ നിങ്ങളുടെ കഴിവിനപ്പുറം സംസാരിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു. മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടരുത്, സ്വന്തം സാഹചര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പല കമന്റുകളുമാണ് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു. മതമൗലികവാദികളെ ഭയന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരും ഏറെയാണ്. മാത്രമല്ല, ഷെയ്ഖ് ഹസീന സർക്കാർ പോയതിനു ശേഷം ഇടക്കാല സർക്കാർ വരികയും മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സർക്കാർ ഹിന്ദുക്കൾക്ക് നേരെ വൻ ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. മുഹമ്മദ് യൂനസ് ആകട്ടെ അദ്ദേഹം മറഞ്ഞിരുന്നു കൊണ്ട് തന്നെ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണം അനുദിനമാണ് വർദ്ധിച്ചു വരുന്നത്. കഴിഞ്ഞ മാസവും പുലർച്ചെ തന്നെ സോളാഹതി ദുർഗാ മന്ദിർ ഉപരോധിച്ച് തീവ്രവാദികൾ സരസ്വതി ദേവിയുടെ 2 വിഗ്രഹങ്ങൾ നശിപ്പിച്ചുവെന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബംഗ്ലാദേശിലെ ദക്ക നഗരത്തിലായിരുന്നു ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്തത്. പുലർച്ചെ 3:45 വെളുത്ത കാറിൽ ക്ഷേത്രത്തിലെത്തിയ തീവ്രവാദികളാണ് ആക്രമണം നടത്തിയതെന്നാണ് നിഗമനം. തുടർന്ന് അവർ ഹിന്ദു ദേവതകളുടെ വിഗ്രഹങ്ങൾ നശിപ്പിക്കുകയും സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് അനുസരിച്ച് പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാത്ത ആളുകൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. എന്നാൽ ആക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികളെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. തുരാഗ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായ മുഹമ്മദ് റഹത്ത് ഖാൻ ഈ സംഭവം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ദുർഗാദേവിയുടെ വിഗ്രഹം നിർമ്മാർജ്ജനം ചെയ്തെങ്കിൽ പോലും സരസ്വതി ദേവിയുടെ വിഗ്രഹം ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ സരസ്വതി പൂജ നടത്തി. അതിനായി ഒരു പുതിയ വിഗ്രഹം തയ്യാറാക്കി. അതാണ് ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് അവിടുത്തെ ദുർഗാ മന്ദിറിന്റെ പ്രസിഡന്റ് കൂടിയായ വ്യക്തി വ്യക്തമാക്കിയതും. അടുത്തുള്ള ഒരു കന്നുകാലി ഫാമിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഗാർഡ് തീവ്രവാദികൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് കണ്ടതായും വ്യക്തമാക്കിയിരുന്നു. എന്നിരുന്നാലും അവരുടെ കൈവശം ആയുധങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് അയാൾ അവിടേക്ക് പോകാൻ മടിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഗാർഡ് സമീപത്തെ ആളുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചു അങ്ങോട്ടേക്ക് പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹം തിരിച്ചെത്തിയപ്പോഴേക്കും തീവ്രവാദികൾ സംഭവ സ്ഥലത്തു നിന്നും ഓടി പോവുകയാണ് ഉണ്ടായത്. തുടർന്നുകൊണ്ട് പ്രാദേശിക ഹിന്ദുക്കൾ പോലീസിനെ വിവരം അറിയിച്ചു. എന്നാൽ അവർ രാവിലെ മാത്രമാണ് എത്തിയത്. വിഗ്രഹ നശീകരണത്തിന്റെ തെളിവുകൾ അവർ ശേഖരിക്കുകയും ഈ വിഷയത്തിൽ നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതുപോലെ പോലീസുകാർ CCTV ദൃശ്യങ്ങളും വിശകലനവും ചെയ്തെങ്കിൽ പോലും ഇതുവരെയും ഹിന്ദു ക്ഷേത്രത്തിന് നേരെയുള്ള ആക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നതും വലിയൊരു വീഴ്ചയാണ് എന്ന് വരുത്തിക്കൊണ്ട് ഇപ്പോഴത്തെ അവിടുത്തെ പ്രസിഡന്റ് കൂടിയായ വ്യക്തി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.